ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയേറെ സ്നേഹമുള്ളവരെ, പ്രാർത്ഥനാപൂർവം കാത്തിരുന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലോട്ട് നമ്മളെല്ലാവരും എത്തിയിരിക്കുകയാണ്. ഒരുപാട് പേര് പ്രാർത്ഥിച്ച് നോമ്പെടുത്ത് ഭക്തിയോടെ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കുകൊണ്ട് ക്രിസ്തുമസിനുള്ള ഒരുക്കത്തിൻ്റെ 24-ാം ദിവസം എത്തിയിരിക്കുകയാണ്. നാളെ നമ്മളെല്ലാവരും ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. ക്രിസ്തുവിന്റെ ജനനത്തിൽ നമ്മളെല്ലാവരും ഒരുപോലെ സന്തോഷിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തുമസ് തരുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് രക്ഷയുടെ സന്തോഷമാണ്. ജോയ് ഓഫ് സാൽവേഷൻ. രക്ഷകനായ ഈശോ ദൈവം മനുഷ്യനായി അവതരിച്ച ഒരു അവസ്ഥ നമ്മൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഏറ്റവും വലിയ സന്തോഷം മനുഷ്യവംശത്തിന് രക്ഷയായിട്ടുള്ളവൻ, മനുഷ്യവംശത്തിന് രക്ഷയായിട്ട് ദൈവം വാഗ്ദാനം ചെയ്തവൻ ഈ ഭൂമിയിൽ വന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തില് 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളൂടെ കടന്നു പോകുമ്പോൾ മാലാഖ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് കൊടുക്കുന്ന കുറച്ച് സന്തോഷത്തിന്റെ വാക്കുകൾ കേൾക്കും. പ്രത്യേകിച്ച് 10-ാമത്തെയും 11-ാമത്തെയും വാക്യങ്ങളോടൊക്കെ കടന്നു പോകുമ്പോൾ വചനം അവിടെ പറയുന്നുണ്ട്, ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വലിയൊരു സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നുവെന്ന് ആട്ടിടയരോട് മാലാഖ പറയാണ്. ആ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത കാണാനായിട്ട് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലോട്ട്, പുൽത്തൊഴുത്തിലോട്ട് ഈ ഇടയന്മാർ ഓടിച്ചെല്ലുകയാണ്. അവിടെ വെച്ച് അവര് ഉണ്ണീശോയെ കണ്ടെത്തുകയാണ്. രക്ഷയുടെ വലിയ വാർത്ത, രക്ഷയുടെ വലിയ സദ്വാർത്ത അവർ കണ്ടെത്തുകയാണ്. ക്രിസ്മസിന്റെ ഒരുക്കം നമ്മൾ ആരംഭിക്കുന്നത് മംഗളവാർത്താകാലം മുതലാണ്. മംഗളവാർത്ത കാലഘട്ടത്തില് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ രക്ഷയുടെ സദ്വാർത്തയിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ദൈവം എന്തുകൊണ്ട് മനുഷ്യനായി രക്ഷയുടെ സന്തോഷം ഈ ഭൂമി മുഴുവനായിട്ട് പങ്കുവെച്ചു എന്നുള്ളതാണ്. മംഗളവാർത്ത അല്ലെങ്കിൽ സന്തോഷത്തിന്റെ വാർത്ത എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ആ ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോയ പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ യൗസേപ്പ് പിതാവിനും ആ ഒരു കാലയളവിൽ ജീവിച്ച പല മക്കൾക്കും അത് അത്ര വലിയ സന്തോഷത്തിന്റെ വാർത്തയൊന്നും അല്ലായിരുന്നു. ഒരുപാട് ക്ലേശങ്ങളിലൂടെ, ഒരുപാട് സഹനങ്ങളിലൂടെ, പോരായ്മകളിലൂടെ, വിഷമങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ട് തന്നെയാണ് ഇതിനൊരു വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയായിട്ട് ഈ മനുഷ്യരെല്ലാം സ്വീകരിച്ചതും ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെല്ലാവർക്കും ഈ ഭൂമി മുഴുവനും ഒരു ക്രിസ്തുമസ് ആയിട്ട് സമ്മാനിച്ചതും. പരിശുദ്ധ അമ്മ ദൈവദൂതൻ വന്ന് തന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് താഴ്മയോടെ, വിഷമിച്ചുകൊണ്ടും ആകുലതകളോടും ഒരുപാട് സംശയങ്ങളോടും കൂടി ആയിരുന്നപ്പോൾ പോലും പറയുന്നുണ്ട്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. സ്വന്തം ഭാര്യ ആകാൻ പോകുന്ന സ്ത്രീ ഗർഭിണിയായെന്ന് കേട്ടപ്പോൾ നീതിമാനായിരുന്ന അവൻ ആരും അറിയാതെ, അവളെ പോലും വിഷമിപ്പിക്കാതെ ഒഴിവാക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ മാലാഖ പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവതരിപ്പിച്ചപ്പോൾ ദൈവനാമത്തിൽ ആ സ്ത്രീയെ സ്വീകരിക്കാൻ മനസ്സ് കെട്ടിയ ഔസേപ്പ് പിതാവും ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയ നീതിമാനായ മനുഷ്യനാണ്. ഈ ഒരു അമ്മയുടെയും ഈ ഒരു അപ്പന്റെയും സഹനങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ സന്തോഷത്തിന്റെ, രക്ഷയുടെ വാർത്ത ഇന്നേ ദിവസം നമ്മൾ കാത്തിരുന്ന ക്രിസ്തുമസ് ദിനത്തിലോട്ട് നമുക്ക് നൽകിയത്. സ്നേഹമുള്ളവരെ, സന്തോഷത്തിന്റെ അല്ലെങ്കിൽ രക്ഷയുടെ ഈ ഒരു ദിവസം നമുക്കും തരാൻ പോകുന്ന ഒരു സന്ദേശം അത് തന്നെയാണ്. ഉണ്ണീശോയെ നമ്മൾ ജീവിതത്തിലോട്ട് സ്വീകരിക്കുമ്പോൾ സന്തോഷത്തിന്റെ ഈ വലിയ സദ്വാർത്ത, രക്ഷയുടെ ഈ ഒരു വലിയ വാർത്ത, ജോയ് ഓഫ് സാൽവേഷൻ നമ്മുടെ ജീവിതത്തിലോട്ട് നമ്മൾ സ്വീകരിക്കുമ്പോഴും സഹനത്തിന്റെ ഒരു മേഖല അതിനകത്തുണ്ട്. അത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു മേഖലയാണെന്നും കൂടെയൊക്കെ മനസ്സിലാക്കി ഈ ഒരു ക്രിസ്തുമസ് കാലയളവിൽ ആയിരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ദൂതൻ ഇടയന്മാരോട് പറഞ്ഞതുപോലെ, ഇതാ സന്തോഷത്തിന്റെ വലിയ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ. നമ്മൾ തളർന്നിരിക്കുമ്പോൾ, നമ്മളല്ലാതായി പോകുമ്പോൾ, നമ്മുടെ കുറവുകളിൽ, നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ സഹനങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടുവെന്ന് നമ്മുടെ ചിന്തയ്ക്ക് അടിമപ്പെട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ എല്ലാം ഒരു ഇമ്മാനുവൽ നമുക്ക് മുന്നിൽ ഇന്നേ ദിവസം പ്രത്യക്ഷനാവുന്നുണ്ട്. ഇമ്മാനുവൽ എന്നാൽ ദൈവം നമ്മോട് കൂടെ, നമ്മളും ആ ദൈവത്തോട് കൂടെ ആയിരിക്കാം. അത് തന്നെയാണ് ഇന്നത്തെ രക്ഷയുടെ സന്തോഷ വാർത്തയ്ക്കുള്ള ഒരു പൂർത്തീകരണം. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിച്ച രക്ഷയുടെ ഈ സന്തോഷത്തിന്റെ സദ്വാർത്ത നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥവത്താക്കുവാൻ, ഇമ്മാനുവലിനെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുവാൻ, ദൈവം നമ്മോട് കൂടെ എന്ന വലിയ വിശ്വാസത്തിൽ ആയിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മറിയം ചോദിച്ചിരുന്നു മംഗളവാർത്തയുടെ ആരംഭത്തിൽ, ഇതെങ്ങനെ എനിക്ക് സംഭവിക്കും? ദൂതൻ പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 1:37, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നിന്റെ ജീവിതത്തിനെ വിശുദ്ധീകരിക്കുന്ന, നിന്നെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നിന്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയാവാൻ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച ഈ ദിവസം
രക്ഷയുടെ സദ്വാർത്തയുടെ ദിവസം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന വലിയൊരു ഉത്തമ ബോധ്യത്തില് ഈ ഒരു സന്തോഷത്തെ, ഈ ഒരു രക്ഷയെ സ്വീകരിച്ച് ആ ദൈവത്തിനായിട്ട് ജീവിക്കുവാൻ, നമ്മളെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ദൂതൻ പറഞ്ഞ ആ സന്തോഷത്തിന്റെ സദ്വാർത്ത നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. നമ്മൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ആ പട്ടണം, ആ ഭവനം നമ്മുടെ ഹൃദയമായി മാറട്ടെ. ആ ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അതരം സംസാരിക്കട്ടെ, ഹല്ലേലൂയ പാടട്ടെ, മാലാഖമാരുടെ കൂടെ ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങള് ഒരു ദിവസം മുൻകൂട്ടി നേരുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.